1869 ജനുവരി 22 റാസ്പുട്ടിന്റെ ജനനം. റഷ്യയിലെ സൈബീരിയൻ പ്രവിശ്യയിൽ പൊക്രോവ്സ്കോയെ എന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബമായിരുന്നു അത്. അവിടെ എഫിമിന്റെയും അന്ന പഷ്കോവയുടെയും 8 മക്കളിൽ ഒരാളായി ഗ്രിഗറി യെഫിമോവിച്ച് റാസ്പുട്ടിൻ ജനിച്ചു. റാസ്പുട്ടിന്റെ ബാല്യത്തിൽ തന്നെ 7 സഹോദരങ്ങളും പല കാരണങ്ങളാൽ മരണത്തിന് കീഴടങ്ങി. ദരിദ്രമായ ഒരു കർഷക ഗ്രാമമായിരുന്നു അത്. വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ കുറവാണ്. എങ്കിലും റഷ്യയിലെ ഗവൺമെന്റിന്റെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് കടന്നുവന്നുകൊണ്ടിരുന്ന ഒരു കാലം കൂടിയാണത്. വിദൂരമായ ആ മേഖലയിലേക്ക് സർക്കാരിന്റെ പദ്ധതികളും ഉദ്യോഗസ്ഥരും കടന്നുവരാൻ തുടങ്ങിയ കാലം. കർഷകനെന്നതിനു പുറമെ സർക്കാരിന്റെ ഒരു സന്ദേശവാഹകനായും എഫിമിൻ ജോലി നോക്കിയിരുന്നു. ഏഷ്യൻ ഭാഗത്തുള്ള റഷ്യയുടെ സൈബീരിയൻ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്ന ടുബോൾസ്കിനും യുറാൾ പർവ്വതനിരകൾക്കുമിടയിൽ സാധനങ്ങളെയും ആളുകളെയും കൊണ്ടെത്തിക്കലാണ് ചുമതല. കടുത്ത ദാരിദ്ര്യമല്ലെങ്കിൽ കൂടി താഴ്ന്ന വരുമാനക്കാരുടെ ഒരു കുടുംബമായിരുന്നു അത്. അവർ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ്. അന്നത്തെ രീതിയനുസരിച്ച് റാസ്പുട്ടിൻ ജനിച്ചതിന് അടുത്ത ദിവസം തന്നെ പള്ളിയിൽ വെച്ച് കുട്ടിയുടെ പേരിടൽ ചടങ്ങ് നടന്നു. ആ ചെറിയ ഗ്രാമത്തിൽ റാസ്പുട്ടിന്റെ കുട്ടിക്കാലം അവിടെയുള്ള ദരിദ്രമായ കുടുംബങ്ങളിലെ മറ്റെല്ലാ കുട്ടികളെയും പോലെയായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഏതാനും ദിവസം സ്കൂളിൽ പോയെങ്കിൽ തന്നെ റാസ്പുട്ടിൻ എഴുതാനും വായിക്കാനും പഠിക്കാതെ മടങ്ങി. ഗ്രാമത്തിൽ വെറുതെ ചുറ്റിത്തിരിയുന്ന റാസ്പുട്ടിൻ പലപ്പോഴും വീട്ടുകാർക്ക് തലവേദന സൃഷ്ടിച്ചു. ചെറിയ മോഷണങ്ങളുടെ പേരിൽ ചിലപ്പോഴൊക്കെ അവൻ പിടിക്കപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ നാടൻ മദ്യം ഉപയോഗിക്കാനും ശീലിച്ചു. മറ്റുള്ളവരോട് മോശമായി സംസാരിക്കാനും ചീത്തവാക്കുകൾ പ്രയോഗിക്കാനും റാസ്പുട്ടിന് മടിയുണ്ടായിരുന്നില്ല. പലപ്പോഴും അച്ഛനമ്മമാർക്ക് മുന്നിൽ ആളുകൾ പരാതിയുമായെത്തും. അവരിൽ നിന്ന് ശകാരവും ചിലപ്പോഴൊക്കെ നല്ല തല്ലും കിട്ടുന്നത് പതിവാണ്. എന്നാൽ ചിലപ്പോഴെല്ലാം മറ്റുള്ളവർക്കറിയാത്ത ചില രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞും ചില്ലറ പ്രവചനങ്ങൾ നടത്തിയും റാസ്പുട്ടിൻ വീട്ടുകാരെയും നാട്ടുകാരെയും അമ്പരപ്പിച്ചു. ഒരിക്കൽ റാസ്പുട്ടിന്റെ അച്ഛൻ എഫിമിന്റെ ഒരു കുതിരയെ കാണാതായി. മേയാൻ വിട്ടപ്പോൾ കൂട്ടം തെറ്റി എവിടേക്കെങ്കിലും പോയതാണോ അതോ ആരെങ്കിലും തട്ടിയെടുത്തോ അറിയാൻ ഒരു മാർഗവുമില്ല. കുതിര എവിടെ പോയി എന്നതിനെക്കുറിച്ച് റാസ്പുട്ടിനോട് ചോദിക്കാമെന്ന് നിർദ്ദേശിച്ചത് എഫിമിന്റെ സുഹൃത്തുക്കളാണ്. കുറച്ചുനേരത്തെ ആലോചനയ്ക്ക് ശേഷം അവിടെ കൂടി നിന്നവരെ ഞെട്ടിച്ചുകൊണ്ട് റാസ്പുട്ടിൻ മറുപടി നൽകി. അച്ഛന്റെ സുഹൃത്തുക്കളിലൊരാൾ മോഷ്ടിച്ചതാണ് കുതിരയെ. അവിടെ ഉണ്ടായിരുന്ന അയാളെ റാസ്പുട്ടിൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. റാസ്പുട്ടിൻ പറഞ്ഞത് ആദ്യം എഫിമിൻ വിശ്വസിച്ചില്ല. അയാൾ അവനെ ശിക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ പറഞ്ഞത് ശരിയാണെന്ന് മോഷ്ടാവ് തന്നെ സമ്മതിച്ചു. അതോടെ ആളുകളുടെ രോഷം അയാൾക്ക് നേരെയായി. ഈ സംഭവം കൂടിയായതോടെ റാസ്പുട്ടിന് എന്തൊക്കെയോ ചില കഴിവുകളുണ്ടെന്ന് ഗ്രാമത്തിൽ സംസാരമായി. പ്രത്യേകിച്ചും അയാൾക്ക് കള്ളന്മാരെ പിടികൂടാൻ കഴിയുമെന്ന് ആളുകൾ വിശ്വസിച്ചു. പലരും സഹായത്തിനായി അവനെ അന്വേഷിച്ചു വരാൻ തുടങ്ങി. എങ്കിലും റാസ്പുട്ടിനോട് ആളുകൾക്ക് സ്നേഹമോ ആദരവോ തോന്നിയിട്ടില്ല. അയാളുടെ പല സ്വഭാവങ്ങളും മറ്റുള്ളവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളോടുള്ള പെരുമാറ്റം. മാത്രമല്ല, വീട്ടിലെ കാര്യങ്ങളിൽ റാസ്പുട്ടിൻ
ഒരു ഉത്തരവാദിത്വവും കാട്ടാറില്ല. കൃഷിപ്പണിയിലോ കാലികളെയും കുതിരകളെയും നോക്കുന്നതിലോ ഒന്നും റാസ്പുട്ടിൻ വീട്ടുകാരെ സഹായിച്ചിരുന്നില്ല. അയാൾക്കതിലൊന്നും താൽപ്പര്യമില്ല. ഒന്നിലും ഉറച്ചു നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല അയാളുടേത്. ഒരു ജിപ്സിയെപ്പോലെ അലഞ്ഞുതിരിയാനാണ് ഇഷ്ടം. പൊക്രോവ്സ്കോയെ ഗ്രാമത്തിനരികിൽ കൂടി തുറ നദി ഒഴുകുന്നുണ്ട്. സൈബീരിയയിലേക്ക് വേണ്ട സാധനങ്ങളും അവിടേക്ക് വരുന്ന ആളുകളും അധികവും എത്തുന്നത് നദിയിലൂടെയാണ്. നദിയാണ് പുറം ലോകത്തേക്കുള്ള അവരുടെ വാതിൽ. ചിലപ്പോഴൊക്കെ റാസ്പുട്ടിൻ നദിക്കരയിലൂടെ നടന്നു പോകുന്നത് കാണാം. തുറ നദി ഒഴുകിയെത്തുന്ന ഗ്രാമങ്ങളിൽ പലയിടത്തും അയാളും ചെന്നുപറ്റും. അവിടെയെല്ലാം അയാൾ അലഞ്ഞു നടക്കും. അങ്ങനെയുള്ള അലഞ്ഞുതിരിയലിനിടയിലാണ് റാസ്പുട്ടിൻ തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയത്. 1886 റാസ്പുട്ടിൻ ട്യൂമനിൽ നിന്ന് 250 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അബാലഖ് എന്ന ഗ്രാമത്തിലെത്തി. അവിടെ അയാൾ പ്രസ്കോവ്യ ഡുബ്രോവിന എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഗ്രാമീണയായ ഒരു കർഷക പെൺകുട്ടി. പ്രസ്കോവ്യ പെട്ടെന്ന് തന്നെ ഈ യുവാവിൽ ആകൃഷ്ടയായി. അവർ പലതവണ പരസ്പരം കണ്ടു. ആ അടുപ്പം മാസങ്ങളോളം അങ്ങനെ തുടർന്നു. ഒടുവിൽ ഗ്രിഗറി റാസ്പുട്ടിനും പ്രസ്കോവ്യ ഡബ്രോവിനയും വിവാഹിതരാകാൻ തീരുമാനിച്ചു. 1887 ഫെബ്രുവരിയിൽ പ്രസ്കോവ്യയും റാസ്പുട്ടിനും വിവാഹിതരായി. അന്ന് റാസ്പുട്ടിന് 18 വയസ്സാണ്. റാസ്പുട്ടിൻ ഭാര്യയുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് കുറച്ചുകാലം അയാൾ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ഒരു കർഷകന്റെ ജീവിതം ജീവിച്ചു. എങ്കിലും തനിക്ക് ചില സിദ്ധികളൊക്കെയുണ്ടെന്ന് റാസ്പുട്ടിൻ തന്നെ വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. വിവാഹത്തിന് ശേഷവും റാസ്പുട്ടിൻ തന്റെ യാത്രകൾ തുടർന്നു. അയാളിപ്പോഴും തനിയെയാണ് സഞ്ചരിക്കുന്നത്. റാസ്പുട്ടിൻ യാത്ര പോകുമ്പോൾ ഭാര്യ പ്രസ്കോവ്യ അയാളുടെ ഗ്രാമമായ പൊക്രോവ്സ്കോയയിൽ തന്നെ തുടരും. അവർക്കിതിനകം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിരുന്നു. നാട്ടിലുള്ളപ്പോൾ റാസ്പുട്ടിൻ കുട്ടികളോട് അടുപ്പത്തോടെ പെരുമാറും. പക്ഷേ അവരെ നോക്കാനുള്ള ചുമതല പ്രസ്കോവ്യയ്ക്ക് തന്നെയാണ്. ഇടയ്ക്ക് ഗ്രാമത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന റാസ്പുട്ടിൻ എവിടെയൊക്കെയാണ് കറങ്ങി നടക്കാറുള്ളത് എന്നറിയില്ല. ഏതായാലും മടങ്ങിയെത്തുമ്പോൾ അയാൾ ഒരു സിദ്ധനെപ്പോലെ നടിക്കും. എന്തെങ്കിലും സൂത്രപ്പണികളിലൂടെ ആളുകളെ അമ്പരപ്പിക്കാൻ ശ്രമിക്കും. ഗ്രാമത്തിന്റെ രഹസ്യങ്ങളെല്ലാം അയാൾക്കറിയാവുന്നതുപോലെ തോന്നും. അയാൾക്ക് രോഗങ്ങൾ ഭേദപ്പെടുത്താനുള്ള സിദ്ധിയുണ്ടെന്ന് കുറച്ചുപേരെങ്കിലും വിശ്വസിച്ചു. കുതിരകൾക്കും മറ്റും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ റാസ്പുട്ടിൻ തൊട്ടാൽ അവ ശാന്തരാകുമെന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമത്തിലെ വയസ്സായ സ്ത്രീകളും കൊച്ചുകുട്ടികളുടെ അമ്മമാരും റാസ്പുട്ടിന്റെ സിദ്ധികളിൽ വിശ്വാസമുള്ളവരാണ്. അയാൾ ഒന്ന് തലയ്ക്ക് പിടിച്ചാൽ മതി, ആധികളും വ്യാധികളും അവസാനിക്കുമെന്ന് അവർ കരുതി. പക്ഷേ സ്ത്രീകളും പെൺകുട്ടികളും റാസ്പുട്ടിന് മുന്നിൽ തനിയെ ചെല്ലാൻ ധൈര്യപ്പെടാറില്ല. അവരെ അനുചിതമായി സ്പർശിക്കാനോ അവരുടെ വസ്ത്രങ്ങൾ പിടിച്ചുമാറ്റാനോ ഒന്നും അയാൾ മടിക്കില്ല. പലരും പേടിച്ചോടിപ്പോകും. ചിലരുടെ കയ്യിൽ നിന്നെല്ലാം റാസ്പുട്ടിന് നല്ല തല്ല് കിട്ടും. റാസ്പുട്ടിന്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങളോടോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ അലഞ്ഞു തിരിയുന്നതിനോടോ വലിയ എതിർപ്പൊന്നും ഭാര്യ പ്രസ്കോവ്യ പ്രകടിപ്പിച്ചിരുന്നില്ല. അയാൾക്ക് ചില അത്ഭുത സിദ്ധികളുണ്ടെന്നും
അയാൾ ഒരു ദിവ്യനാണെന്നും അവരും മറ്റുള്ളവരോട് പറയാറുണ്ട്. റാസ്പുട്ടിന്റെയും പ്രസ്കോവിയയുടെയും ജീവിതം സംഘർഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടുപോയി. ഒറ്റയ്ക്ക് കുടുംബം നോക്കാൻ മാത്രം കഠിനാധ്വാനിയായ ഒരു സ്ത്രീയായിരുന്നു അവർ. എങ്കിലും അവർക്ക് ആദ്യം ജനിച്ച കുഞ്ഞുങ്ങൾ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി. ദാരിദ്ര്യവും രോഗങ്ങളും പ്രതികൂലമായ കാലാവസ്ഥയുമൊക്കെ നേരിട്ടുകൊണ്ടാണ് സൈബീരിയയിലെ ചെറിയ ഗ്രാമങ്ങളിലെ ജനങ്ങൾ അന്നെല്ലാം ജീവിക്കുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ ചെറുപ്പത്തിലേയുള്ള മരണം സാധാരണ സംഭവമാണ്. റാസ്പുട്ടിനും പ്രസ്കോവിയയ്ക്കും 7 മക്കളുണ്ടായെങ്കിലും ഏറ്റവും ഒടുവിൽ ജനിച്ച ദിമിത്രി, മരിയ, വാർവര എന്നീ കുട്ടികൾ മാത്രമാണ് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വളർന്നത്. വിവാഹശേഷവും ദേശാടനങ്ങൾ തുടർന്ന് റാസ്പുട്ടിൻ മടങ്ങിവരുമ്പോൾ കൂടുതൽ ആത്മീയ താൽപ്പര്യങ്ങൾ പ്രകടിപ്പിച്ചു. ചിലപ്പോഴൊക്കെ അയാൾ താനൊരു സന്യാസിയാകാൻ പോവുകയാണെന്ന് അവകാശപ്പെട്ടു. അയാളുടെ കണ്ണുകൾ കൂടുതൽ തീക്ഷ്ണമായി വന്നു. അല്പം ഭയത്തോടെയാണെങ്കിലും ഗ്രാമത്തിലെ സ്ത്രീകൾ പ്രാർത്ഥനയ്ക്കായും മറ്റും അയാളെ സമീപിച്ചു തുടങ്ങി. അയാളുടെ പ്രാർത്ഥനാരീതികളും വിചിത്രമായിരുന്നു. അതിന് വേദപുസ്തകവുമായി ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല. 1897 ആയപ്പോഴേക്കും റാസ്പുട്ടിൻ മതത്തോട് കൂടുതൽ താൽപ്പര്യം കാണിച്ചു തുടങ്ങി. അയാൾ പള്ളിയിലെ പ്രാർത്ഥനകളിലും മറ്റു ചടങ്ങുകളിലും പങ്കെടുത്തു. അതേ വർഷം തന്നെ അയാൾ കുടുംബത്തോട് യാത്ര പറഞ്ഞ് പൊക്രോവ്സ്കോയയിൽ നിന്നും പോയി. ഇത്തവണ താനൊരു തീർത്ഥാടനത്തിനായി പുറപ്പെടുകയാണെന്ന് അറിയിച്ചുകൊണ്ടാണ് റാസ്പുട്ടിന്റെ യാത്ര. പുറമേ പറഞ്ഞ കാര്യം അതായിരുന്നുവെങ്കിലും അയാൾ ആ സമയം ചില കുഴപ്പങ്ങളിൽ പെട്ടിരുന്നു. ആ കാലത്ത് ഗ്രാമത്തിൽ നടന്ന ചില മോഷണങ്ങൾക്ക് പിന്നിൽ റാസ്പുട്ടിനാണെന്ന് സംശയം ഉയർന്നതാണ്. പിടിക്കപ്പെടുമെന്നായപ്പോൾ റാസ്പുട്ടിൻ കടന്നുകളഞ്ഞതാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ അവിടെ ഉണ്ടായി. എന്നാൽ സ്വപ്നത്തിൽ കന്യാമറിയം റാസ്പുട്ടിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ വെളിപാടിനെ തുടർന്നാണ് റാസ്പുട്ടിൻ പുറപ്പെട്ടു പോയതെന്നുമാണ് പ്രചരിച്ച മറ്റൊരു കഥ. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പുണ്യാളന്മാരിൽ ഒരാളായ മെർക്കുഷിനോവിലെ സൈമൺ അദ്ദേഹത്തിന് സ്വപ്നദർശനം കൊടുത്തെന്നും കഥയുണ്ടായി. അദ്ദേഹം യൂറാൾ മേഖലയുടെ പുണ്യാളനാണ്. ഗ്രാമീണർ ഈ പുണ്യാളന്റെ അത്ഭുത പ്രവൃത്തികളിൽ വിശ്വസിച്ചിരുന്നു. ഇതിലേതാണ് റാസ്പുട്ടിനെ തീർത്ഥാടനം നടത്താൻ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തിൽ നിശ്ചയമില്ല. എന്തായാലും 1897 28-ാം വയസ്സു മുതൽ റാസ്പുട്ടിന്റെ ജീവിതം മറ്റൊന്നായി. 1897 റാസ്പുട്ടിൻ വെർക്കോച്ചുറയിലെ സെന്റ് നിക്കോളാസ് മൊനാസ്ട്രിയിൽ എത്തിയത്. അത് അയാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതിനു മുൻപ് റാസ്പുട്ടിൻ അബാലക്കിലെ വിശുദ്ധ സീനാമെൻസ്കി മൊനാസ്ട്രിയും അവിടെയുള്ള ടൊബോൾസ്ക് കത്തീഡ്രലും സന്ദർശിച്ചിരുന്നുവെങ്കിലും അവിടെയൊന്നും അയാൾ അധികകാലം തങ്ങിയില്ല. റാസ്പുട്ടിനെ ആകർഷിച്ച ജീവിത മാതൃകകൾ അദ്ദേഹം കണ്ടെത്തിയത് സെന്റ് നിക്കോളാസ് മൊനാസ്ട്രിയിലാണ്. അവിടെ മക്കാരി എന്നു പേരായ ഒരു ഗുരുനാഥനെ അയാൾ കണ്ടെത്തി. ഓർത്തഡോക്സ് സഭയുടെ കിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺവെന്റുകളിലെ മുതിർന്ന അധ്യാപകനാണ് ആ പുരോഹിതൻ. അദ്ദേഹം സൈബീരിയൻ ഗ്രാമത്തിൽ നിന്നെത്തിയ ആ കർഷക യുവാവിനോട് കരുണയോടെ പെരുമാറി. മതജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ മക്കാരി റാസ്പുട്ടിന് പകർന്നു നൽകി. അതുവരെ റാസ്പുട്ടിന് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. മക്കാരി റാസ്പുട്ടിനെ അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. മതാധിഷ്ഠിത ജീവിതത്തിന്റെ ചിട്ടകൾ പരിശീലിക്കുന്നതിന്റെ ഭാഗമായി റാസ്പുട്ടിൻ മദ്യപാനം ഉപേക്ഷിച്ചു. മാത്രമല്ല, ഈ ഘട്ടത്തിൽ റാസ്പുട്ടിൻ മാംസാഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സസ്യഭുക്കായി മാറി. മതവിശ്വാസത്തിനനുകൂലമായ ഒരു ജീവിതം റാസ്പുട്ടിൻ സ്വീകരിച്ചു.
ഏതാനും മാസങ്ങൾ റാസ്പുട്ടിൻ ആ സന്യാസി മഠത്തിൽ തന്നെ താമസിച്ചു. അവിടെ നിന്ന് മടങ്ങുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനായി കഴിഞ്ഞിരുന്നു. പുരോഹിതന്മാർ ധരിക്കുന്ന ഒരുതരം കുപ്പായം അയാൾ സന്യാസി മഠത്തിൽ നിന്ന് സംഘടിപ്പിച്ചു. ഒരു സന്യാസിയുടെ പെരുമാറ്റവും ഭാവവും റാസ്പുട്ടിൻ അനുകരിച്ചു. എങ്കിലും സന്യാസി മഠം വിട്ടതിനു ശേഷം ആ സ്ഥാപനത്തെക്കുറിച്ച് ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തു. സെന്റ് നിക്കോളാസ് മൊണാസ്ട്രിയിലെ പുരോഹിതന്മാരിൽ ചിലർ സ്വവർഗാനുരാഗികളാണെന്നതായിരുന്നു ആരോപണങ്ങളിൽ ഒന്ന്. സന്യാസി മഠത്തിലെ ജീവിതരീതി സ്വാഭാവിക ജീവിതത്തിനു മേൽ കർക്കശമായ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും റാസ്പുട്ടിൻ പറഞ്ഞു. വളരെ ഗൗരവക്കാരനായ ഒരാളായാണ് നിക്കോളാസ് മൊണാസ്ട്രിയിൽ നിന്നുള്ള റാസ്പുട്ടിന്റെ മടക്കം. ചിരിക്കുന്ന ശീലം അയാൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു. തീക്ഷ്ണവും ഭ്രാന്തവുമായ തിളക്കം കണ്ണുകളെ വ്യത്യസ്തമാക്കിയിരുന്നു. സന്യാസി മഠത്തിലെ ജീവിതകാലത്തെപ്പോഴോ അയാൾ കുളിക്കുകയും വൃത്തിയായി നടക്കുകയും ചെയ്യുന്ന ശീലവും ഉപേക്ഷിച്ചു. അഴുക്കും ദുർഗന്ധവും നിറഞ്ഞ കുപ്പായത്തിൽ നിന്നും പ്രസരിക്കുന്ന മണവുമായി നിരന്തരം പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് റാസ്പുട്ടിൻ ആളുകളെ നേരിട്ടു. പ്രാർത്ഥനയും പ്രാർത്ഥനാഗീതങ്ങളുമാണ് അയാൾ പറയുന്നതെന്നറിയാം. പക്ഷേ വാക്കുകൾ വ്യക്തമല്ല. വാക്കുകൾ വ്യക്തമായാൽ പോലും അർത്ഥം വ്യക്തമല്ല. വിചിത്രമായ ഈ ഭാവം ആളുകളെ ഭയപ്പെടുത്തി. ഇങ്ങനെ സ്വയം മറന്നു നടക്കുന്നയാൾ ഒരു ദിവ്യനായിരിക്കും എന്നാണ് അവരുടെ ധാരണ. മാത്രമല്ല, ഇടയ്ക്കെല്ലാം റാസ്പുട്ടിൻ ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തുന്നുമുണ്ട്. മുന്നിൽ വന്ന് വണങ്ങുന്നവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥനയുമുണ്ട്.